സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ അതാണ്ട് ഇന്ന് നമ്മൾ ഈ 7 പേര് കൂടിയിട്ട് ഒരു ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 7 പേരാണ് നമ്മുടെ ഗെയിമിൽ. അപ്പോൾ ഞാനാണ് ആദ്യം തന്നെ എണ്ണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവരെ വിഷ്വൽ കാണാം. എന്റെ പൊന്നു ഗൈസ്, ഞാനിത് എവിടെ വിളിക്കും ആകെപ്പാടെ സീനായില്ല. ഞാൻ എവിടെ വിളിച്ചാലും അവൻ വന്ന് കണ്ടുപിടിക്കുന്ന എനിക്ക് ഉറപ്പാണ്. താണ്ട സ്പൈഡർമാൻ ഒക്കെ താണ്ട മോളിൽ പോയി ഒളിച്ചിരിക്കുന്നു. ഈ ബിൽഡിങ്ങിലൊക്കെ അവർക്ക് കയറാൻ ഭയങ്കര എളുപ്പമാണ്. ഗൈസ്, എനിക്ക് ഒളിക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ എവിടെയും ഞാൻ എങ്ങനെ കണ്ടില്ല. എന്റെ അളിയ ഈ ബിൽഡിങ്ങിന്റെ ഇടയിലൊക്കെ എവിടെയും അയ്യോ താണ്ടെ ക്ലോൺ എന്നെ കണ്ടു. ഇനി ഞാൻ എവിടെ ഒളിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഈ ബൈക്ക് കയറി പോവുകയാണ്. എൻ്റെ പൊന്നോ, നമുക്ക് സൈറ്റിൽ പോയി ഒളിക്കുന്നതാണ് നല്ലത്. അവൻ അങ്ങോട്ട് വരാൻ ചാൻസ് കുറവാ. ഞാൻ അങ്ങനെ ഒളിക്കുകയാണ്. എനിക്കങ്ങനെ ഒളിക്കാൻ വേറെ എവിടെ ഐഡിയ കിട്ടുന്നില്ല. എൻ്റെ അളിയ, എനിക്ക് ചാടാൻ സുഖമായതുകൊണ്ട് ഇവിടെയൊക്കെ ചാടി പോവാം. അയ്യോ താണ്ടെ ചുക്കി ആ ബൈക്ക് എടുത്ത് പോയെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ അവൻ്റെ പുറകെ കയറി പോവായിരുന്നു ഗൈസ്. ഇനി എനിക്ക് ഒരേ ഒരു സ്ഥലമേ ബാക്കിയുള്ളൂ. ഏതെങ്കിലും കണ്ടെയ്നറിന്റെ പുറകെ പോയി ഒളിക്കാം. എന്നെ അവന്മാര് കൂട്ടിയില്ല. ഞാൻ ഇനി എവിടെ പോയി ഒളിക്കാം? എല്ലാവരും ഒളിച്ചെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ കറക്റ്റ് 1 മിനിറ്റ് ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അവരെല്ലാവരും കണ്ടുപിടിക്കാൻ കുറച്ച് പണിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ പണി ഹഗ്ഗീനെയും അതേപോലെ തന്നെ സ്പൈഡർമാനായിരിക്കും. ഇവർക്ക് 2 പേർക്ക് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിൽ ചാടാൻ കഴിയും. അപ്പോൾ ഇവന്മാരായിരിക്കും മെയിനായിട്ട് സീന്. സോ ഗൈസ്, ഞാൻ പോലീസറിന് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വന്നതാണ്. എന്താണ് 2 പേരും ഒരേപോലെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഉള്ളിലും ഗൈസ്, ഉള്ളിലത്തെ സാറ് ഏകദേശം ഒരേപോലെ തന്നെ ഉണ്ട്. ഇവിടെ വന്ന ആളുകൾ വരെ ഒരേപോലെ. ഷടാ, ഇതെന്ത് പറ്റി ഗൈസ്? ഇനി ഞാനെങ്ങനെ കണ്ടുപിടിക്കും? ഇതിലാരാ? ഈ 3 പേരിൽ ആരായിരിക്കും? അത് കണ്ടില്ലെന്ന് തോന്നുന്നു. മനസ്സിലായില്ല ഗൈസ്, ഇനി സാർ ഇങ്ങോട്ട് വന്നില്ലേന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. ഇവിടെ എന്തായാലും കണ്ടുപിടിച്ചിട്ട് സാറിനെ കാണുന്നില്ല. സോ നമുക്ക് എന്തായാലും അടുത്ത ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകാം. എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നല്ല ഈ കാറോ ബൈക്കോ എടുക്കേണ്ടി വരും. ഓ ഗൈസ്, ഞാൻ എൻ്റെ വീട്ടിൽ നോക്കാൻ മറന്നുപോയി. അയ്യോ, ഞാൻ ബാക്കിലായിരുന്നു എണ്ണുന്നത്. അവരിനി വീടിൻ്റെ അകത്തുണ്ടോയെന്ന് അറിയില്ല ഗൈസ്, ഞാനത് മറന്നുപോയി. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ഇതിൻ്റെ അകത്ത് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്, എന്നാലും ജസ്റ്റ് നോക്കാന്നേ ഉള്ളൂ. മുകളിൽ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് ജസ്റ്റ് നോക്കാന്നേ ഉള്ളൂ. ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ ഉണ്ടെങ്കിൽ എന്തായാലും അവരടുത്ത റൗണ്ടിൽ എണ്ണേണ്ടി വരും. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇല്ലല്ലോ ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീടിൻ്റെ ചുറ്റുഭാഗത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ കാർ എടുത്ത് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് നേരെ കാറിൽ പോവുകയാണ്. ഫസ്റ്റ് സ്ഥലം ഞാൻ അങ്ങനെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഷോറൂമിൻ്റെ അടുത്താണ്. അപ്പോൾ ഷോറൂമിൻ്റെ അവിടെ നിന്ന് സൈറ്റിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയാൽ എനിക്ക് ഇവിടെ മൊത്തം കാണാൻ സാധിക്കും. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബിൽഡിങ്ങിൽ കയറാൻ പോവാണ്. ക്രെയിനിൻ്റെ മുകളിൽ കയറുന്ന അത്ര സേഫ് അല്ല. കാരണം ഒളിച്ച് നിന്ന് ആരെങ്കിലും ഇവിടുന്ന് മണ്ടിയാൽ അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങാൻ പ്രയാസമാണ് സാർ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുകളിൽ പോയിട്ട് നോക്കാം. എങ്കിൽ നമുക്ക് ഈ ഒരു സൈറ്റ് മൊത്തമായിട്ട് കാണാൻ സാധിക്കുള്ളൂ. മൊത്തം കാണുന്നില്ലെങ്കിലും നമുക്ക് എന്നാലും കാണാനായിട്ട് സാധിക്കും ആ ഒളിച്ചിരിക്കുന്ന ആളെ. ഗായ്സ്, നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി മുകളിൽ കയറാം. എങ്കിൽ ഒന്നുകൂടി സുഖമായിക്കോളും. ഇതാണ് ചുക്കിയുടെ ബൈക്ക് അല്ലേ? നിങ്ങൾ കണ്ടോ ഗൈസ്? ചുക്കിയുടെ ബൈക്കാണെന്ന് തോന്നുന്നത്. അതെ, ചുക്കിയുടെ ബൈക്കാണ്. എൻ്റെ അളിയതാണ്ട് ചുക്കിയുടെ ബൈക്കാണത്. ഇവനപ്പോൾ ഇവിടെയാണല്ലേ ഗൈസ്? ഇവിടെ എന്നാലും എവിടെയായിരിക്കും? ഓ, താ നിൽക്കുന്നത് ഗൈസ്, താണ്ട് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് ചുക്കി. സോ ഗൈസ്, ഞാൻ അങ്ങനെ ചുക്കീനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് അടുത്ത ആളെ കണ്ടുപിടിക്കാൻ പോകണം. അടുത്ത ആളായി ആരായിരിക്കും എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ചിലപ്പോൾ ക്ലോൺ ആവും, അല്ലെങ്കിൽ ഹഗ്ഗി ആവും. ഹഗ്ഗീനെ കണ്ടുപിടിക്കാൻ എനിക്ക് കുറച്ച് പ്രയാസമായിരിക്കും. ഹഗ്ഗീനെ അതേപോലെ തന്നെ സ്പൈഡർമാനെയും. ഇവർ 2 പേരും കുറച്ച് സീനാണ്. അപ്പോൾ ഇവർ 3 പേരല്ലാതെ നമുക്ക് ഒരാളും കൂടി ഉണ്ട്. ഞാനത് പറയാൻ മറന്നുപോയി. സ്കിബിഡി ടോയ്ലറ്റ്. അതെ ഗൈസ്, അവൻ ചിലപ്പോൾ ഈ വീട്ടിനകത്ത് ഉണ്ടാവും. കാരണം ഇവിടെയാണ് ഒരു ടോയ്ലറ്റ് ഉള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിൽ എന്തായാലും ഇല്ല. അവിടെ അങ്ങനെ അവനക്ക് അങ്ങനെ അവിടെ കയറിയിരിക്കാൻ കഴിയില്ല. എന്തായാലും ഞാൻ അവനെ പിടിക്കുന്ന അവനക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അവൻ അവിടെ ഇല്ല. എന്തായാലും ഞാൻ നോക്കിയ ടൈമിൽ അവിടെ ഇല്ല. അപ്പോൾ ഇവിടെ എന്തായാലും നമുക്ക് ഒരേ ഒരു പ്രതീക്ഷ ഈ ഒരു ബാത്റൂമിനകത്താണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊന്ന് കയറി നോക്കാം. ഇതെന്ത് എടേ, ബാത്റൂമിൻ്റെ അകത്ത് ടെൻറ്റാ?
എൻ്റെ പൊന്നോ, ഇതിനകത്ത് തന്നെയാണ് അവൻ ഉറപ്പിച്ച്. ഇമാതിരി പണിയൊക്കെ അവനെ ചെയ്യുള്ളൂ ഗൈസ്. എന്തായാലും നമുക്ക് അടിയിൽ കൂടെ ഒന്ന് നോക്കി നോക്കാം. ഡയറക്റ്റ് പൊക്കുന്ന അത്ര സേഫ് അല്ലേ, നമുക്ക് അടിയിൽ കൂടെ ജസ്റ്റ് ഒളിഞ്ഞു നോക്കാം. അവനാണെങ്കിൽ നമുക്ക് ഒരു പണി അവൻകിട്ട് കൊടുക്കാണ്ട് ആണ്. അവൻ തന്നെയാണ്, കണ്ടിട്ട് അവൻ തന്നെയാണ് ഗൈസ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കേ, കണ്ട 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 അവനാണ് ഗൈസ്. ഇതിനകത്ത് നമ്മുടെ സ്കിബിഡി അയ്യോ ഗൈസ്, സ്കിബിഡി ടോയ്ലറ്റ് ഗൈസ്. അങ്ങനെ കുറേ നേരമായി കറങ്ങൽ തുടങ്ങിയിട്ട് ഇവിടെ ഒന്നും ഞാൻ കണ്ടില്ല. ഇനി നമുക്ക് ഈ ഒരു വീടുകളിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം ഗൈസ്. ആ ചോപ്പ് വീടിൻ്റെ മുകളിൽ അതെ ക്ലോൺ ആണെന്ന് തോന്നുന്നു. അപ്പുറത്തെ സൈഡിലാണ് ദേ അവൻ മാറിയിരുന്നെന്ന് തോന്നുന്നു. ഞാൻ അവിടെ ഒരു ചെറിയ മിന്നായം പോലെ കണ്ട്. യെസ്, താണ്ടെ ക്ലോൺ. എൻ്റെ അറിയാ ഇവനാണില്ലേ ഗൈസ്. ഇവൻ ഇതിൻ്റെ മുകളിൽ നിന്ന് എന്നെ നോക്കുകയായിരുന്നു തോന്നുന്നു. ഇവിടെ നിൽക്കുന്നുണ്ട് അവൻ. ഡാ സോ ഗൈസ്, അടുത്ത 3 പേരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഹെലികോപ്റ്ററാണ്. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ സ്പൈഡർമാനെയും ഹഗ്ഗിനെയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മളൊരു ഹെലികോപ്റ്റർ എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പോലീസുകാരന് നമുക്ക് എന്തായാലും ഇനി കിട്ടും. അത് നമുക്ക് ലാസ്റ്റ് കണ്ടുപിടിക്കാം. സാർ അങ്ങനെ കുറച്ച് നേരം കറങ്ങട്ടെ. എനിക്ക് തോന്നുന്നു സാറ് ഒരു സ്ഥലത്ത് നിൽക്കാതെ പല സ്ഥലത്തും കറങ്ങി നടക്കുകയാണെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി സ്പൈഡർമാനെയും ഹഗ്ഗിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഹഗ്ഗിനെയും സ്പൈഡർമാനെയും കുറച്ച് സീനാണ് അവർ 2 പേരും. അപ്പോൾ സ്പൈഡർമാൻ എന്തായാലും എനിക്ക് ഉറപ്പാണ് ഇവിടെ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ കാണിച്ചു തരാം. അവനെ കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സുഹൃത്തുക്കളെ. ഇവൻ ഇവിടെ എവിടെയെങ്കിലും ഉറപ്പാണ് ഉണ്ടാവും, 100% ഉറപ്പാണ്. ഗൈസ് അതവനല്ലേ ഗൈസ്, അതവനാണ് സ്പൈഡർമാൻ. എൻ്റെ അളിയാ, ഇവൻ അതിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കും. നോക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹെലികോപ്റ്ററിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോട്ടെ. ഇത് കുറച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി കാണിച്ചു തരാം. ദേ കണ്ട 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 ദേ നിൽക്കുന്നു കണ്ട. ഓ കൊണ്ടില്ല. എൻ്റെ അളിയാ, ഇവനെ താഴെ ചാടിക്കേണ്ടതാണ് നമ്മളെ ടാസ്ക്. ഓക്കെ, അവൻ എന്ത് കൂളായിട്ട് നിൽക്കുന്നു. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് അവൻ കയറി നിന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അവനെ പിടിക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ ട്രാപ്പ് ഗൈസ്. അങ്ങനെ പോലീസുകാരനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് വൺ നമ്മുടെ ഹഗ്ഗിനെ കണ്ടുപിടിക്കാം. ഇവൻ കുറച്ച് സീനാണ്. അപ്പോൾ നമ്മൾ ഇവൻ്റെ കളറിലുള്ള എല്ലാ സ്ഥലത്തും ഞാൻ പോയി നോക്കി, ഇവിടെയൊന്നും അവനെ കാണുന്നില്ല. ഇനി ഇതേപോലത്തെ ഒരു റാമ്പും കൂടി ഉണ്ട്. നമുക്ക് അവിടെ ഒന്നുകൂടി പോയി നോക്കാം. ആ കാണുന്ന റാമ്പിൽ ഒന്ന് കയറി നോക്കാം ഗായ്സ്. ഇവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇനി നമുക്ക് 2 ഡ്രമ്മും കൂടി തപ്പാനുണ്ട്. ദോ കാണുന്ന ആ ഒരു ഡ്രമ്മും പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ഡ്രമ്മുണ്ട്. അവിടെ കൂടി നമുക്ക് നോക്കി നോക്കാം, ചിലപ്പോൾ അവിടെ കാണാം.